അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാല് ഇവനാണ്. അളിയ പൈസയൊക്കെ ഉണ്ടല്ലോ, വാ ഫുഡ് അടിക്കാൻ പോവാൻ. നമുക്ക് പൊട്ടു ബീഫ് അടിക്കാം. അടിച്ച് വായിലെ പല്ല് ഞാൻ താഴെ ഇടും. അങ്ങോട്ട് മാറി നിന്നില്ല. ഒരു 500 വാങ്ങിക്കൊണ്ട് പോയിട്ട് 3 വർഷമായി, ഒരു വിവരവും ഇല്ല. എന്നിട്ട് പിന്നെയും നിനക്ക് മറിക്കാൻ പൈസ വേണമല്ലേ? ചവിട്ടി കൂട്ട്, ഞാൻ അങ്ങോട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എനക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ ഒരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടോ നോക്കിയിട്ടാണ് നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾക്ക് മാർക്കിടുന്നത്. നിങ്ങളുടെ കുടുംബക്കാര് മാർക്കിട്ട് കാണുന്നത് പോലും നിങ്ങൾക്ക് അറിയില്ല. കാരണം ഇത് കൂടുതലുള്ള ആൾക്കാരെ ചക്കര തേനെ പൊന്നേന്ന് പറയും, ഇതില്ലാത്ത ആൾക്കാരെ പോടാ പുല്ലേന്ന് പറയും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലാത്ത ബന്ധങ്ങൾ പലതും നിങ്ങളെ തേടി വരാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ തകരാനും ഈ ഒരൊറ്റ സാധനം വളരെ ധാരാളം തന്നെയാ മോനെ. ആണിന്റെ കയ്യിൽ പൈസയും പെണ്ണിന്റെ കയ്യിൽ സൗന്ദര്യം ഉണ്ടെങ്കിൽ ഇന്ന് ലവ് പോലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിറ്റുകൾ മതി. പണമില്ലാത്തവൻ വെറും പിണ്ടം, അത്ര തന്നെ. എന്തിന് ഒരു കുടുംബത്തിലുള്ള 2 സഹോദരങ്ങളെ പോലും പാരന്റ്സ് വിലയിടുന്നത് കൂടുതൽ ഈ സംഭവം ഉള്ളവനെ നോക്കിയിട്ടാണെന്നേ. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളെ പോലും ഫാമിലി ഇന്ന് വിളിക്കുന്നത് അയാളോടുള്ള മുഹബത്ത് കൊണ്ടൊന്നുമല്ല, അയാളുടെ കയ്യിലുള്ള രൂപ കൊണ്ടാണ്. ഇൻ കേസ് ആ മനുഷ്യന് ഇപ്പൊ പൈസ ഇല്ലെങ്കിൽ പിന്നെ സ്ഥാനം പട്ടിക്കൂട്ടിലോ അല്ലെങ്കിൽ വല്ല ആലയിലോ ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവൻ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിലയുള്ളൂ എന്നർത്ഥം അല്ലേ? പിന്നെ അല്ലാതെ ഇവൻ ഉണ്ടെങ്കിലേ മാർക്കറ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം വെറും പ്രഹസനം മാത്രമാണ്. ഇവൻ ഉണ്ടെങ്കിൽ നിന്റെ കൂടെ ഫ്രണ്ട്സും ഉണ്ട്, നിന്റെ കൂടെ എല്ലാവരും ഉണ്ട്. ഇവൻ ഇല്ലെങ്കിൽ നിന്റെ കൂടെ ആരും ഉണ്ടാവില്ല. നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് പോലും വല്ല കാരണം ഉണ്ടാക്കി ഒഴിയും അവര്. ഇവനുണ്ടോ? എല്ലാവരും ഉണ്ട്. നീ ഓക്കെ ആയിരിക്കും. അല്ല മോനെ, നീ കഴിഞ്ഞ ആഴ്ച എന്റെ കയ്യിൽ നിന്ന് ഒരു 500 തിരിക്കാൻ വേണ്ടി വാങ്ങി എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ തിരിച്ചു തന്നില്ലല്ലോ. അതെവിടെ? ഓ തന്നേക്കാം. ഈ കള്ളപ്പന്നി ഉണ്ടല്ലോ, ഈ കള്ളപ്പന്നിനെ 500 തരാണ്ട്. ഇവൻ തന്ന അപ്പൊ തന്നെ നിന്റെ പൈസ ഞാൻ തന്നെ ക്ലിയർ ആക്കിയേക്കാം. എന്തടാ, ഫ്രണ്ട്സ് ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊക്കെ വരും. നീ അതിനിങ്ങനെ കണക്ക് പറഞ്ഞാൽ ശരിയാവുമോ? പക്ഷെ ഈ കള്ളപ്പന്നി എനിക്ക് തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ നിന്റെ പൈസ തന്നേക്കാം. ഓക്കെടാ, ഞാൻ തന്നേക്കാം. ഈ വരുന്ന ഫെബ്രുവരി 30-ന് നിന്റെ പൈസ ഞാൻ തന്നിരിക്കും. ഫെബ്രുവരി 30 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ നിന്റെ പൈസ കിട്ടിയിരിക്കും. ഓക്കെ? ആയിവാ, നീ ആടാ ചങ്ക്. ഫെബ്രുവരി 30-ന് നീ തരുമല്ലോ, അപ്പൊ ഞാൻ ഇവന്റെ കടം പൊട്ടു. ഓക്കെ? അല്ല ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഈ പൈസ ഒരിക്കലും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. മേലാല് നിങ്ങൾ ആര് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് പൈസ തരാനും പാടില്ല എന്നുള്ള കാര്യം. അപ്പൊ ഇനിയിപ്പോ ഈ പൈസയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഒരു ശരാശരി മലയാളി ചെയ്തു വെക്കുന്ന പരിപാടിയാണിത്. കാരണം അവിടുന്ന് വാങ്ങുക ഇവിടെ കൊടുക്കുക, ഇവിടുന്ന് വാങ്ങുക അവിടെ കൊടുക്കുക. അവിടെയും കടം തീരുന്നില്ല, ഇവിടെയും കടം തീരുന്നില്ല. അതുകൊണ്ട് ഈ സംഭവം ചെലവാക്കുമ്പോൾ എല്ലാവരും ഒരു കണക്ക് വെക്കുക. എന്റെ കട്ടച്ചങ്കാണെന്നോ അല്ലെങ്കിൽ എന്റെ കാമുകിയാണെന്നോ എന്റെ വീട്ടുകാരാണെന്നോ അല്ലെങ്കിൽ എന്റെ സ്വന്തമാണെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ സംഭവം നോക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് മാർക്കറ്റ്. ഇന്ന് എവിടെയും, അത് കുടുംബത്തിലായാലും ശരി, സ്വന്തം വീട്ടിലായാലും ശരി. അതുകൊണ്ട് ഈ സംഭവം പരമാവധി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക. ചെലവാക്കുമ്പോൾ നിങ്ങളൊരു 10 വട്ടം ആലോചിക്കുക. കാരണം ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ചതിയുടെ അല്ലെങ്കിൽ വഞ്ചനയുടെ അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിന്റെ നടുക്കടലിൽ നിങ്ങളാവും. നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ഒരാളും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം. ഇന്ന് ഇതിന്റെ ഒരു ലഹരിയാണോ, ഇതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ലോകം തന്നെ. ഇതില്ലാത്തവന് നാട്ടിലുമില്ല വീട്ടിലുമില്ല പുല്ല് വില പോലും കിട്ടൂല. താങ്ക് യു.